എല്ലാവർക്കും അച്ചക്കല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്നൊരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. മാങ്ങ കൊണ്ടുള്ള അച്ചാറാണ്, മധുരമുള്ള അച്ചാറാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. അപ്പോൾ മാങ്ങ ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള അച്ചാറുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ 1 വർഷം വരെ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് വൃത്തിയാക്കിയിട്ട് ഒന്ന് തുടച്ച് എടുക്കാം. ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയണം. ഞാനിത് ഒന്ന് നനവെല്ലാം മാറ്റി എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലും ഒട്ടും നനവുണ്ടാവാൻ പാടില്ല അച്ചാറുണ്ടാക്കുമ്പോൾ. ഇപ്പം നമുക്ക് ഇവിടെ ഗുജറാത്തിലുള്ള മാങ്ങയാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഈ കോമാങ്ങ ഉപയോഗിച്ചും നമുക്ക് ഇതേ രീതിയിലുള്ള അച്ചാർ തയ്യാറാക്കാവുന്നതാണ്. ഒരുപാട് പുളിയുള്ള മാങ്ങയല്ല. അപ്പോൾ ഈ മാങ്ങ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലുള്ള മധുരമുള്ള അച്ചാർ തയ്യാറാക്കാം. ഞാനിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി കളയുന്നുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ കട്ടിയുള്ള സ്കിന്നൊക്കെ നമുക്കൊന്ന് ചെത്തിക്കളയാം. അപ്പം നന്നായിട്ട് അതിൻ്റെ പുറത്തുള്ള കട്ടിയുള്ള തൊലിയൊക്കെ നമുക്കൊന്ന് ചെത്തിക്കളയണം. അതിന് ശേഷം നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാനാണ്. അപ്പോൾ ആ ഗ്രീൻ കളറിലുള്ള ആ ഭാഗമെല്ലാം നന്നായിട്ട് പോയി കിട്ടണം. ഗ്രീൻ കളറിലുള്ള ആ സ്കിന്നൊക്കെ നന്നായിട്ട് നമുക്കത് തൊലിയൊക്കെ ഇത് കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതേ രീതിയിൽ വേണം ഇതൊന്ന് ചെത്തിയെടുക്കാൻ. നമുക്കിനി ഒരു ഗ്രേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഇത് മാങ്ങ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്രേറ്റർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്ററിൻ്റെ വലിയ കണ്ണിയുള്ള ഭാഗം കൊണ്ട് വേണം ഇത് ഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്കൊരു കുറച്ച് വലിയ ഇതായിട്ട് നീളത്തിൽ കനം കുറഞ്ഞ് നമുക്ക് കിട്ടും. അപ്പം ചെറിയ സൈഡ് കൊണ്ടാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങ് മാങ്ങ പൊടിയായിട്ട് തീരെ പൊടിയായി പോകും, അങ്ങ് കുഴഞ്ഞു പോകുന്ന രീതിയിലാവും. അപ്പോൾ നമുക്ക് ഇതേ രീതിയിൽ ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഇങ്ങനെ ഇതെല്ലാം 3 മാങ്ങയും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് ഇത് ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. നമുക്ക് ഇനി ഈ മാങ്ങ വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അങ്ങനെ നല്ല ഉണങ്ങിയ ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത മാങ്ങയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കഴുകി ക്ലീനാക്കിയതിന് ശേഷം കൈ നന്നായിട്ട് തുടച്ച് അതിനുശേഷം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും മാങ്ങയിലും എല്ലാം നന്നായിട്ട് പിടിക്കത്തക്ക വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഈ സമയത്ത് നമുക്കിതിൻ്റെ പുളി പിഴിഞ്ഞ് കളയാവുന്നതാണ്. ഇപ്പം ഞാൻ പഞ്ചസാര പൊടിച്ച് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ മാങ്ങയ്ക്ക് 1 കിലോ പഞ്ചസാര, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ പഞ്ചസാരയ്ക്ക് പകരം ഇതേ അളവിൽ നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. പഞ്ചസാരയെക്കാട്ടിലും കൂടുതൽ നല്ലത് ശർക്കര തന്നെയാണ്. ഇപ്പോൾ കളർ കുറച്ച് ബ്രൗൺ കളർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. നമുക്ക് പഞ്ചസാരയും ശർക്കരയും മിക്സ് ചെയ്തും ചേർത്ത് കൊടുക്കാം. പകുതി പഞ്ചസാരയും പകുതി ശർക്കരയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ പഞ്ചസാര ആണ് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പൊടി കുറേശ്ശെ ഇട്ട് നന്നായിട്ട് ചേർത്ത് കൊടുക്കണം. പഞ്ചസാര പൊടിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതേ രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഞാനിത് ഒരു തവയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് 2 രീതിയിൽ അച്ചാർ തയ്യാറാക്കുന്നുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചരുവത്തിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന അച്ചാർ അതിൻ്റെ മിക്സിംഗ് എല്ലാം ഒരേ ഇത് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. നമ്മൾ അതിലേക്ക് ഒരു കനം കുറഞ്ഞ ഒരു തുണി, കട്ടി കുറഞ്ഞ ഒരു തുണി ഇട്ട് അതിൻ്റെ ഒന്ന് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മളിത് ഒരു സൺലൈറ്റിലാണ് വയ്ക്കുന്നത്. ഒരു സൺലൈറ്റിൽ നമ്മളിത് ഒരാഴ്ചയെങ്കിലും വെച്ച് എടുക്കണം. അപ്പോൾ ഇത് ഒന്ന് കുറുകി, അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി പഞ്ചസാര ലായനിയൊക്കെ കുറുകി വരും.
അപ്പോൾ നമ്മൾ നല്ല സൺലൈറ്റുള്ള സ്ഥലത്തേക്ക് നമുക്കിത് കൊണ്ടുവയ്ക്കാം. ഞാനിതിവിടെ ടെറസിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഫ്ലാറ്റിലായതുകൊണ്ട് ടെറസിലാണ് വെക്കാനത് സൗകര്യമുള്ളത്. നന്നായിട്ട് സൺലൈറ്റ് ഇവിടെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു 40 ഡിഗ്രിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് എടുത്തുകൊണ്ട് വന്ന് വൈകുന്നേരം ഇപ്പോൾ ഒരു വെയിലൊക്കെ മങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് അതിൻ്റെ മൂടിയൊക്കെ മാറ്റിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഇതുപോലെ നമ്മൾ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി വീണ്ടും ഇതേ രീതിയിൽ കെട്ടി പിറ്റേ ദിവസം വീണ്ടും അത് വെയിലിൽ വയ്ക്കണം. അങ്ങനെ ഒരാഴ്ചയാണ് വയ്ക്കേണ്ടത്. അപ്പം നല്ല വെയിലും ചൂടൊക്കെ ഉള്ള സമയത്ത് നമുക്കിത് ഒരാഴ്ചയുടെ ആവശ്യമില്ല. ഒരു 4-5 ദിവസം കൊണ്ട് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. വെയിൽ കുറവാണെങ്കിൽ ഒരാഴ്ചയെക്കാട്ടിലും ഒരു 1-2 ദിവസം മുമ്പോട്ട് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് 5-ാമത്തെ ദിവസമാണ്. നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ വെള്ളം ആദ്യം വെച്ചിരുന്ന അത്രയും ലൂസായിട്ടിരുന്നത് ഇപ്പോൾ കുറുകി വറ്റി വന്നിട്ടുണ്ട്. നല്ല ഒരു ഒട്ടൽ പരുവത്തിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ കറക്റ്റ് പരുവമാണ്. ഇനി ഇത് വെയിലിൽ വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് വീഡിയോ എടുക്കുന്ന സമയത്ത് 40 ഡിഗ്രി ആയിരുന്നു. ഇപ്പോൾ ഇവിടെ 45 ഡിഗ്രിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അന്നേരം നമുക്ക് 4 ദിവസം പോലും വയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. നമുക്ക് ഇതിലേക്ക് ഒരു കറുവപ്പട്ടയും 2-3 ഗ്രാമ്പു 3-4 ഏലക്കയുടെ കുരു മാത്രം എടുത്ത് ചതച്ച് ഉള്ളതും ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവുമാണ് ചതച്ചതുകൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മസാലകളുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. അപ്പം അങ്ങനെ ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ചേർത്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ ഇതിൽ അങ്ങനെ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ഇങ്ങനെ തന്നെ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ്. വളരെ കാലം കേടുകൂടാതെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. എടുക്കുന്ന സ്പൂണും എപ്പോഴും നമ്മളിതിൽ നിന്ന് എടുക്കുമ്പോൾ നനവില്ലാത്ത സ്പൂൺ ഉപയോഗിച്ച് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മുകളിൽ ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഞാൻ തവയിലേക്ക് മാറ്റി വെച്ചത് സ്റ്റൗ കത്തിച്ച് നമ്മളിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് കുറുകി വരണം. ഇതേ രീതിയിൽ സമയമില്ലാത്തവർക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണം, അങ്ങനെയൊക്കെയുള്ള തിരക്കുള്ള സമയത്ത് നമുക്ക് ഇതേ രീതിയിൽ മാങ്ങാച്ചാർ തയ്യാറാക്കി വയ്ക്കാവുന്നതാണ്. ഇപ്പം മഴക്കാലമൊക്കെ ആണെങ്കിലും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് മാങ്ങ എടുത്ത് നമുക്ക് ഇതേ രീതിയിൽ തയ്യാറാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് ശരിയായിട്ടില്ല, കുറച്ച് നേരം കൂടെ നമുക്കൊന്ന് സ്റ്റൗവിൽ തന്നെ ഇരിക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൽ ഒരു ഒട്ടൽ പരുവമായി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇരുന്ന് ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ നമുക്കിതിലേക്ക് തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്ത മസാലകൾ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കളർ എങ്ങനെയാണെന്ന് കാണുന്നതിന് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള മസാലകളെല്ലാം അതിൽ ചേർത്തത് തന്നെയാണ് ഇതിലും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി വെക്കുന്ന മാങ്ങ അച്ചാർ നമുക്ക് വർഷം മുഴുവനും നമുക്ക് മാങ്ങ കഴിക്കാം. പല വെറൈറ്റി ആയിട്ടുള്ള അച്ചാറുകൾ നമുക്ക് കഴിക്കാവുന്നതാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും മസാല റൊട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല മധുരവും പുളിയും എരിവും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു കോമ്പിനേഷനാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കൊടുത്തു വിടാനും നല്ലൊരു ഡിഷാണ്. ഇപ്പം നമ്മൾ മാമ്പഴം ഒരു വർഷം മുഴുവനും കേടുകൂടാതെ എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നതെന്നുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ടിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവരെല്ലാം ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമുക്ക് ഇത് ഒരു ബോട്ടിലേക്ക് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇപ്പം വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഇതേ രീതിയിൽ അച്ചാർ തയ്യാറാക്കുകയാണെങ്കിൽ മാങ്ങയൊക്കെ ഇപ്പോൾ ധാരാളം കിട്ടുന്ന സമയമാണ്. എല്ലാവരും ഇതേ രീതിയിൽ അച്ചാർ തയ്യാറാക്കി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.